മനുഷ്യരുടെ മുമ്പിൽ ഇനി ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം ഇത് ഞങ്ങളെ കൊണ്ട് സാധ്യമല്ലെന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്ന വലിയൊരു മുഅ്ജിസത്തിന്റെ വാർഷികം കൂടിയാണ് ഈ റജബ് മാസം ലോക മുസ്ലിമീങ്ങൾ ആചരിക്കുന്നത്. ആകാശത്തേക്ക് നോക്കുമ്പോ നമ്മൾ കാണുന്ന നക്ഷത്ര സമൂഹം മാക്സിമം 5 ലക്ഷം നക്ഷത്രങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കിയാൽ ഇരുൾമുറ്റിയ രാത്രികളിൽ കാണാൻ കഴിയുള്ളൂ. മാക്സിമം. അതും ആ നക്ഷത്രങ്ങളുടെ രൂപമോ അവയുടെ വലുപ്പമോ നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമല്ല, അവകളിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ പ്രകാശം മാത്രം ബാക്കിയാക്കി മൺമറഞ്ഞു പോയ ഡാർക്ക് മാറ്ററുകൾ എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെ മരണം സംഭവിച്ചതിന് ശേഷം പോലും ആ പ്രകാശം നമുക്ക് കാണാൻ ഇടവരുന്നു. ഒരുപക്ഷെ നമ്മളെ കാണുന്ന നക്ഷത്രം അതിൻ്റെ പ്രകാശമേ നമ്മൾ കാണുന്നുള്ളൂ. ആ നക്ഷത്രത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അപ്രത്യക്ഷമായി കാണുമെന്നാണ്. അത്രയും വിശാലമായ അള്ളാഹുവിൻ്റെ ഒരു ലോകമാണിത്. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും പരിശുദ്ധമായ അനുഭവത്തിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആകാശ ലോകങ്ങളെ മുഴുവനും മറികടക്കുന്ന ഒരു മഹാത്ഭുതം അള്ളാഹു ഹബീബിനെ കൊണ്ട് ചെയ്തു എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ശാസ്ത്രത്തിനോ അതിനപ്പുറത്തുള്ള മനുഷ്യന്റെ എന്ത് സംവിധാനത്തിന് പോലും അവകാശപ്പെടാൻ കഴിയാത്ത അത്രയും വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. $400 ബില്യൺ നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ. 400 ബില്യൺ. 10 ലക്ഷമാകുമ്പോൾ നമ്മളതിനെ മില്യൺ എന്ന് പറയും. ഒരു 100 മില്യൺ ആകുമ്പോൾ ബില്യൺ എന്ന് പറയും. അങ്ങനത്തെ 400 ബില്യൺ നക്ഷത്ര സമൂഹങ്ങൾ കൂടിയതാണ് നമ്മുടെ താരസമൂഹം എന്ന് പറയുന്ന മിൽക്കി വേ, എന്ന് പറയും, ക്ഷീരപഥം എന്ന് പറയുന്ന താരസമൂഹം. 400 ബില്യൺ നക്ഷത്രങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. ആ ഓരോ നക്ഷത്രത്തിനും സൂര്യന് ചുറ്റും ഭൂമിയും യുറാനസും നെപ്റ്റ്യൂണും ജൂപ്പിറ്ററും ഒക്കെ കറങ്ങുന്ന പോലെ ഗ്രഹങ്ങളുള്ള നക്ഷത്രങ്ങളുണ്ട് ഒരുപാട്. ആ ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളുണ്ട്, ഭൂമിക്ക് ചന്ദ്രനുള്ളതുപോലെ. നക്ഷത്രങ്ങളുടെ എണ്ണം മാത്രം 400 ബില്യൺ 400 ബില്യൺ നക്ഷത്രങ്ങൾ ഈ ഒരൊറ്റ താരപഥത്തിൽ. അങ്ങനത്തെ 200 ട്രില്യൺ താരസമൂഹങ്ങളുള്ള ലോകമാണത്രേ അള്ളാഹുവിൻ്റെ ലോകം. ആലോചിച്ച് നോക്കി, എത്രയാണതിൻ്റെ വലുപ്പം, എത്രയാണതിൻ്റെ വലുപ്പം. 1,00,000-ലേറെ ഭൂമികളെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാലും സൂര്യന്റെ ഉള്ളിൽ സ്ഥലം ബാക്കിയാണ്. സൂര്യൻ എടുത്തിട്ട് ഒരു തോടായി ഒരു പന്ത് പോലെ സങ്കല്പിച്ചാൽ നമ്മുടെ ഭൂമി പോലോത്ത 1,00,000 ഭൂമികൾ അതിനുള്ളിൽ വെച്ചാലും വീണ്ടും സ്ഥലം ബാക്കിയായിരിക്കുന്നു. അത്ര വലിയ സാധനമാണ്. വശംസി വദുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, അതിൻ്റെ പ്രഭയെ തന്നെയാണ് സത്യം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആയത്ത് നോക്കൂ. بسم الله الرحمن الرحيم والسماء بنيناها بأيد وإنا لموسعون والسماء بنيناها بأيد وإنا لموسعون. ഇന്നലെ നിന്നിടത്തല്ല ഇന്ന് നക്ഷത്രങ്ങളുള്ളത്. ഇന്നലത്തേതിനേക്കാളും നക്ഷത്രം ഒന്ന് മറ്റൊന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു.
പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണത്രേ. എങ്ങോട്ടാണ് വികസനം അവസാനിക്കുന്നത് എന്നറിയാൻ കഴിയാത്ത വിധം ഓരോ സെക്കൻഡിലും നക്ഷത്രങ്ങൾ ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നുവത്രേ. ശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ തല ഉയർത്തിയാൽ നിങ്ങൾക്ക് മേലോട്ട് നോക്കാൻ കാണുന്ന ഒരു ലോകം. ആ ലോകം കുല്ലുമാ സമാ വഅല, നിങ്ങൾക്ക് മുകളിൽ കിടക്കുന്ന ഉപരിമണ്ഡലം. നമ്മൾ നോക്കുമ്പോൾ നീല നിറമാണ്. ഭൂമിയുടെ മണ്ഡലത്തിൽ സൂര്യപ്രകാശങ്ങൾക്ക് വികിരണം സംഭവിക്കുമ്പോൾ അവിടെ നീല നിറമായി കാണപ്പെടുന്നു, സത്യം തന്നെയാണ്. പക്ഷേ ഭൂമിയുടെ ഭൗമാന്തരീക്ഷത്തിന്റെ പുറത്തേക്ക് പോയാൽ ആകാശത്തിന് കറുപ്പ് നിറമാണത്രേ. നമ്മൾ പകല് കാണുമ്പോൾ ഭൂമിയിൽ ഭയങ്കര വെളിച്ചമാണ്, പക്ഷെ സ്പേസിൽ ഈ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം കാണപ്പെടുന്നില്ലെന്നാണ്. അത്ര വലിയ അത്ഭുതമാണ്. ഭൂമിക്കുള്ളിലേക്ക് ഈ വെളിച്ചം കാണുന്നുള്ളൂ, ഭൂമിക്ക് പുറത്ത് ഇരുട്ടാണ്, ഘനീഭവിച്ച ഇരുട്ടാണ്. ദുലുമാതും ബഅ്ദുഹാ ഫൗഖ ബഅദ്. മനുഷ്യൻ പരിചയപ്പെടുന്ന ഈ ഭൂമിയുടെ കടലായ കടലുകളുടെ ഓരങ്ങളെ നമ്മളൊന്ന് സങ്കല്പിക്കുക. ബീച്ചുകളായ ബീച്ചുകള്, തളങ്കരയും ബേക്കലും കുമ്പളയും മാത്രം കണ്ടാൽ പോരാ. ലോകത്ത് അറ്റ്ലാന്റിക്കിന്റെയും അതുപോലെ തന്നെ പസഫിക്കിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ഒക്കെ ചുറ്റുവട്ടങ്ങളിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് ദ്വീപുകളുടെ ബീച്ചുകളടക്കം ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഇവിടെയൊക്കെ എത്ര മണൽത്തരികൾ ഉണ്ടാകുമെന്ന് സങ്കല്പിച്ചു നോക്കൂ. എത്ര മണൽത്തരികൾ ഉണ്ടാകും. നമ്മൾ മരിക്കോളം എണ്ണിയാൽ നമ്മുടെ തൊട്ടടുത്തുള്ള കാസർഗോഡ് അല്ലെങ്കിൽ തളങ്കരയിലോ അല്ലെങ്കിൽ അങ്ങ് ബേക്കലിലോ അങ്ങ് കാഞ്ഞങ്ങാടോ കടപ്പുറത്തോ എവിടെയെങ്കിലുമുള്ള ഒരു ബീച്ചിലെ മണൽത്തരികളെ എണ്ണി തിട്ടപ്പെടുത്താൻ ആയുസ് മുഴുവൻ ചെലവഴിച്ച എണ്ണി തീരുമോ? മനുഷ്യനെ കൊണ്ട് കഴിയോ? ലോകത്തുള്ള എല്ലാ ബീച്ചുകളും എടുത്ത് അതിലുള്ള മണൽത്തരികളുടെ എണ്ണം നിങ്ങളൊന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ലോകത്ത് there are stars in the sky as many as the grains of sands on the beaches of the earth. ഭൂമിയിൽ കിടക്കുന്ന സമുദ്രങ്ങളുടെ ഓരങ്ങളിൽ കിടക്കുന്ന ബീച്ചുകളിൽ കിടക്കുന്ന മണൽത്തരികളുടെ എണ്ണത്തിനനുസരിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളുണ്ടെന്ന് പറയുന്നത് സയൻസാണ്. അപ്പൊ എന്താണ് ആകാശലോകം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി അല്ലാഹു പറയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് സയ്യന്ന السماء الدنيا بمصابيح ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ഒന്നാം ആകാശത്തെ സമാഉദ്ദുന്യയെ, ഒന്നാം ആകാശത്തെ നാം നക്ഷത്രങ്ങളെന്ന് പറയുന്ന വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. ഭൂമിയിലെ ബീച്ചുകളായ ബീച്ചുകൾ, മരുഭൂമികളായ മരുഭൂമികളിൽ കിടക്കുന്ന മണൽത്തരികളുടെ എണ്ണത്തിനനുസരിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട് എന്ന് സയൻസ് പറഞ്ഞു തരുമ്പോഴേ വിശുദ്ധ ഖുർആൻ ഒരു അടിവരയിട്ട് കൊടുക്കുകയാണ്. ഈ നക്ഷത്രങ്ങളെല്ലാം കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. അപ്പൊ 2, 3, 4 എത്തിയിട്ടില്ല, ഒന്നിനെ തീർന്നിട്ടില്ലല്ലോ, ഒന്ന് തീർന്നിട്ടില്ല. ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ. ആകാശത്തിന് അലങ്കാരമായി സംവിധാനിച്ചതുപോലെ മനുഷ്യരെ പഴപ്പിക്കാൻ വരുന്ന പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ വേണ്ടിയും ആകാശത്തെ മീറ്റിയോറുകൾ അടക്കമുള്ള പടച്ചതമ്പുരാന്റെ സൃഷ്ടികളെ അള്ളാഹു ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നത് സൂറത്തുൽ മുൽക്കിൽ. അള്ളാഹുവിന്റെ അധികാരം പറയുന്ന സൂറത്താണത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവനായ അള്ളാഹു ഈ നിമിഷം നക്ഷത്രങ്ങൾ പിറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര
എത്ര ജീവജാലങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര സസ്യങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര ജന്തുജാലങ്ങൾ, പ്രാണികൾ, എത്ര പക്ഷികൾ, എത്ര മത്സ്യം ജന്മം കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പടച്ചതമ്പുരാന്റെ ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, പ്രപഞ്ചമുണ്ടാക്കുന്നതിന്റെ മുമ്പ് എവിടെയായിരുന്നോ പടച്ചവൻ, അവിടെ തന്നെയാണ് അല്ലാഹു. അവന്റെ സൃഷ്ടികളുടെ ബാധകമല്ല, സൃഷ്ടിയുടെ ഭാഗമല്ല റബ്ബ്. അതുകൊണ്ടാണ് റഹ്മാനു അലൽ അർശി ഇസ്തവാ, കാരുണ്യവാനായ പടച്ചവൻ അല്ലാഹു അവന്റെ അർശിൽ അധിപനായിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇസ്തിവാഉൻ യലീഖു ബിഹി, ഒരു മനുഷ്യൻ കസേരയിൽ ഇരിക്കുന്നത് പോലെ, ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ, ഒരു അബിദിന്റെയോ ഒരു ഖൽഖിന്റെയോ ഒരു സൃഷ്ടിപ്പിന്റെയോ രൂപത്തിലോ ഭാവത്തിലോ അല്ലാഹുവിന്റെ ഇസ്തിവാഇനെ കുറിച്ച് ചിന്തിക്കുക പാടുള്ളതല്ല. എന്തുകൊണ്ട്? ലൈസ കമിഥിലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലോത്തത്, പടച്ചതമ്പുരാനോട് തുലനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒന്നുമേ ഇല്ല എന്ന് അല്ലാഹു പറയുന്ന ആയത്ത് വെച്ച് വേണം ഈ ആയത്തുകളൊക്കെ വ്യാഖ്യാനിക്കാൻ. നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുപോലെയുമല്ല അല്ലാഹു. കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാൻ അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു, ആരും എന്നെ അറിഞ്ഞിരുന്നില്ല എന്ന് അല്ലാഹു പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. കുൻബിനോളം അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ നാവിലൂടെ, നിങ്ങളുടെ ചുണ്ടുകളിലൂടെ വരുന്ന തസ്ബീഹ് അറിയാൻ ഈ കോടിക്കണക്കിന് ദൂരം വരുന്ന പ്രപഞ്ചത്തിന്റെ ഡയാമീറ്ററുകൾ കടന്നു പോകേണ്ട കാര്യമില്ല. അല്ലാഹുവിൻ്റെ ഇൽമിലും അല്ലാഹുവിൻ്റെ ഖുദ്റത്തിലും അവനവൻ്റെ സൃഷ്ടികളോടൊപ്പമാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ ദാത്ത് എന്ന് പറയുന്ന, പടച്ചതമ്പുരാൻ എന്ന് പറയുന്ന അല്ലാഹുവിൻ്റെ ദാത്ത് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തേക്കോ ഒരു കാലത്തേക്കോ ബന്ധിപ്പിക്കുക സാധ്യവുമല്ല. ആ ജല്ല ജലാലുവാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു സ്ഥാനത്തേക്ക് റബ്ബ് തആല നബി തങ്ങളെ വിളിച്ചു വരുത്തിയതാണ് ഇസ്രാ മിഅ്റാജിന്റെ യാത്രയുടെ ഏറ്റവും അത്ഭുതം. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബി അരിനീ അൻദുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ ചോദ്യം ഒരു പ്രവാചകന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. നിന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്നല്ല മൂസ നബി പറയുന്നത്, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറയുക മാത്രമല്ല മൂസ നബി ചെയ്തത്. റബ്ബി, സീനാ പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിൽ കിടക്കുന്ന തുവാ എന്ന് പറയുന്ന പരിശുദ്ധമായ താഴ്വാരത്ത് നിന്നുകൊണ്ട് ഇന്നത്തെ സീനാ മരുഭൂമിയുടെ ഏകദേശം ഫലസ്തീനിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗം, അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് ഒരു 100-200 കിലോമീറ്ററേ കാണൂ ഫലസ്തീൻ ബോർഡറിലേക്ക്. അവിടെ നിന്ന് ഈജിപ്തിൻ്റെ കെയ്റോവിലേക്ക്, സൂയസ് കനാലിലേക്ക് വീണ്ടും ഒരു 600 കിലോമീറ്റർ യാത്ര ചെയ്യണം. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചു എന്ന് പറയുന്ന ആ മഹത്തായ മലനിരകൾ കിടക്കുന്ന ഒരു പ്രത്യേകമായ ശാന്തമായൊരു പ്രദേശമാണ്. ഇപ്പോഴും അവിടെ അങ്ങനെയാണ്. ജനവാസങ്ങൾ അധികമില്ല. പട്ടാളക്കാരെ കാണും, കോൺവോയികൾ കാണും, മണൽ ചാക്കുകൾ നിറച്ചു വെച്ച് തോക്കുകളുമായി നിലകൊള്ളുന്ന 100 കണക്കിന് ജവാന്മാർ, പട്ടാളക്കാർ ഇന്നും സീനാ മരുഭൂമിയിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അത്ര വലിയൊരു സ്ട്രാറ്റജിക്കൽ പൊളിറ്റിക്കൽ റീജിയൻ ആണത്. ഇരിക്കട്ടെ. റബ്ബി അല്ലാഹുവേ, നിന്റെ സംസാരം ഞാൻ കേൾക്കുന്നു റബ്ബേ, എനിക്ക് നിന്നെയൊന്ന് കാണണം എന്ന ആഗ്രഹം വന്നപ്പോ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. റബ്ബി, എൻ്റെ രക്ഷിതാവേ, അരിനീ, നീ നിന്നെ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ, അൻദുർ ഇലൈക്, എനിക്ക് നിന്നെയൊന്ന് നോക്കാമായിരുന്നു. വെറുതെ എനിക്ക് നോക്കാൻ കഴിയില്ലെന്നറിയാം, നിന്നെങ്ങനെ കാണാൻ കഴിയില്ലെന്നും എനിക്കറിയാം റബ്ബേ. പക്ഷേ നീ എങ്ങാനും നിന്നെ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് കാണാൻ കഴിയുമല്ലോ. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഒരു കണ്ണിനെ കൊണ്ടും കണ്ടെത്താൻ കഴിയാത്തവൻ, കണ്ണുകളെ കൊണ്ട് തേടിപ്പിടിക്കാൻ കഴിയാത്തവൻ, എന്നാൽ കണ്ണുകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനായ അല്ലാഹു. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഐസ് can't reach him. കണ്ണുകൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, but Allah, he is the one controlling the eyes. കണ്ണുകളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും കണ്ടുകൊണ്ടിരിക്കുന്നതിനെ കാണാതെയാക്കാനും കഴിവുള്ളത് അല്ലാഹുവാണ്. ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനത്തെ കാണാതെയാക്കി തരാൻ അല്ലാഹുക്ക് കഴിയും. നമ്മൾ കാണാത്തതിനെ കാണിച്ചു തരാനും അല്ലാഹുക്ക് കഴിയും. വഹുവൽ ലതീഫുൽ ഖബീർ. He is the subtle and he is the all knowing. എല്ലാം അറിയുന്ന, അതിസങ്കീർണമായതും അറിയുന്നവനാണ് ലത്തീഫായ അല്ലാഹു ജല്ല ജലാലു. അങ്ങനെയാണ് ഖുർആൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് റബ്ബേ, നിന്നെ എനിക്ക് കാണിച്ചു തന്നാൽ എനിക്ക് നിന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് നീ എനിക്ക് നിന്നെ കാണിച്ചു തരണം, അപ്പോഴേ എനിക്ക് കാണാൻ കഴിയുള്ളൂ. റബ്ബി അരിനി അൻദുർ ഇലൈക്. അദബുൻ മിൻ സയ്യിദിന മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് കാണിക്കുന്ന അദബാണത്. ഞാൻ നോക്കട്ടെ, അങ്ങനെയല്ല, നീ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് കാണാമല്ലോ. കാരണം കണ്ണുകളെ നിയന്ത്രിക്കുന്നത് നീയാണ്, മനസ്സുകളെ നിയന്ത്രിക്കുന്നത് നീയാണ്. മനുഷ്യ ഹൃദയങ്ങൾ അങ്ങനെയാണ്. എനിക്ക് സൗണ്ട് ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. സലാം നിങ്ങൾ മാക്സിമം നോക്കി. അല്ലാഹു ജല്ല ജലാലുവിന്റെ മഹത്തായ ഖുദ്റത്തിനെ മനസ്സിലാക്കി തരുന്ന ഒരു ചോദ്യം. അതുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിലാവുള്ള രാത്രിയിൽ സ്വഹാബിമാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ടവരോട് ചോദിക്കുകയാണ്. അന്ന് പരിശുദ്ധമായ ആ രാവിൽ പൂനില ഉദിച്ചു നിൽക്കുകയാണ്, പൂർണ്ണചന്ദ്രൻ. നബി ചോദിച്ചു, ഹൽ തുളാറൂന ഫീ റുയത്തിൽ ഖമർ ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ ഈ പൂർണ്ണചന്ദ്രനെ കാണാൻ സ്വഹാബികളെ, നിങ്ങൾ ആർക്കെങ്കിലും തിക്കും തുരക്കും കൂടേണ്ടതുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും മറയുണ്ടോ? ഇന്നാൾ മാറി നിൽക്കട്ടെ, എന്നിട്ട് എനിക്കൊന്ന് കാണണം. അയാളൊന്ന് നീങ്ങട്ടെ, അയാളൊന്ന് ഇരിക്കട്ടെ, എന്നിട്ട് എനിക്കൊന്ന് കാണണം. അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല നബിയേ, ഞങ്ങൾ ഇങ്ങനെ നോക്കിയാ കാണുന്നില്ലേ? ഞങ്ങൾ ഓരോരുത്തർക്കും കാണാൻ പറ്റുന്നില്ലേ? കാണുന്നുണ്ടല്ലേ? എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. ഈ 14-ാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ ഒരു തിക്കും തിരക്കും കൂടാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ ഒരു തിരക്കും കൂടാതെ നാളെ മഹ്ശറയിൽ വെച്ച്, ആഖിറത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ റബ്ബ് നിങ്ങൾക്ക് കാണിച്ചു തരും. ആ കാഴ്ചയാണ് സ്വർഗലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അവിടുത്തെ ഹൂറികളോ, അവിടുത്തെ ഭക്ഷണമോ, അവിടുത്തെ സൂഖുൽ ജുമുഅയോ ഒന്നുമല്ല. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാഹുവിനെ കാണലാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദുനിയാവിലെ മനുഷ്യൻ്റെ കണ്ണാണ് മനുഷ്യനെ ആസ്വദിപ്പിക്കുന്നത്, അല്ലേ? കണ്ണാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ആസ്വദിപ്പിക്കുന്നത്. അതുകൊണ്ടേ കുട്ടികളെ ഈ മൊബൈൽ അഡിക്ഷൻ വരാൻ കാരണം. ടി വി ആണെങ്കിലും സ്ക്രീനാണെങ്കിലും മൊബൈലാണെങ്കിലും നമ്മുടെ കണ്ണാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ കണ്ണാണ് ആസ്വദിക്കുന്നത്. കണ്ണിൻ്റെ ആസ്വാദനമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ആസ്വാദനമായി മാറുന്നത്, അല്ലേ? അല്ലേ മസൂദ് സാഹിബ്? അങ്ങനെയല്ലേ? പുതിയ മൊബൈലെല്ലാം വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പം അതിങ്ങ് നോക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി, അതിൽ വരുന്ന വീഡിയോ, അതിൽ വരുന്ന പിക്ചർ, ഇത് കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷം വരുന്നില്ലേ?
അപ്പൊ നമ്മൾ നോക്കുന്നത് എവിടെ? നമ്മുടെ ഏത് ഓർഗാനാ വർക്ക് ചെയ്യുന്നത്? കണ്ണാണ്, കാഴ്ചയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തിന്നുന്നുണ്ട്, നമ്മൾ നടക്കുന്നുണ്ട്, കയ്യും കാലും മണക്കുന്നുണ്ട്, അത്രയൊക്കെ ഉണ്ടെങ്കിൽ മണക്കുന്നുണ്ടാകും, കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്താ? നമ്മുടെ കണ്ണുകളാണ്. അല്ലേ? സംശയമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്താ? നമ്മുടെ കണ്ണല്ലേ? സ്വർഗലോകത്തിൻ്റെയും ഏറ്റവും വലിയ ആസ്വാദനം ഈ കണ്ണുകൾക്ക് പടച്ചതമ്പുരാനെ അള്ളാഹു കാണിച്ചു തരുന്നു എന്ന് പറയുന്ന മഹാത്ഭുതമാണ്. അത് ദുന്യാവിൽ നടക്കൂല എന്ന് മുസ്നബിക്കറിയാം, എല്ലാ അമ്പിയായിനും അറിയാം. അതുകൊണ്ട് മുസ്നബി ഒരു ചോദ്യം ചോദിച്ചു, റബ്ബേ, വേണമെങ്കിൽ നിന്നെ എനിക്ക് കാണിച്ചു തരാൻ കഴിയുമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ അസലിയായ ആ ഒരു തീരുമാനത്തിൽ മറ്റൊന്നും വരുത്തിയില്ല. റബ്ബ് തആല പറഞ്ഞു, ലൻ തറാനി, മുസ്നബിയെ, ഈ ദുന്യാവിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണുക ഒരിക്കലും സാധ്യമല്ല. മുത്തനബിയെ കൊണ്ടുപോയി അല്ലാഹു. ഇസ്രാ കഴിഞ്ഞ് മിഅ്റാജ്, ആ യാത്രയിൽ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിനെ കണ്ടുവോ ഇല്ലയോ? ഉലമാഇന്റെ ഇടയിൽ ചർച്ചയാണ്, സ്വഹാബികൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കണ്ടു. പക്ഷെ ഒരു വിഭാഗം പറഞ്ഞു ഹൃദയത്തിന്റെ, ഖൽബിന്റെ കണ്ണുകൊണ്ടാണ് കണ്ടത്. ചില സ്വഹാബിമാർ, ഇബ്നു അബ്ബാസ് തങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞു, അല്ല, കണ്ടു എന്നത് മുഖത്തെ കണ്ണുകൊണ്ട് തന്നെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ല, അത് ഖൽബിന്റെ കണ്ണുകൊണ്ടാണ് കണ്ടത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹുവിൻ്റെ റസൂല് കണ്ടു എന്നത് സാധ്യമായി എന്നതിൽ തർക്കമില്ല. കണ്ടത് മുഖത്തെ കണ്ണുകൊണ്ടാണോ ഖൽബിന്റെ കണ്ണുകൊണ്ടാണോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന കാരുണ്യവാനായ അല്ലാഹു, പരിശുദ്ധരായ ഹബീബായ ലോകത്തിന്റെ ഗുരു അർ-റഹ്മത്തുൽ മുഹ്ദാ, കാരുണ്യമായി, കരുണയായി, ഒരു സമ്മാനമായി പടച്ചതമ്പുരാൻ മനുഷ്യരാശിക്കു നൽകിയ ലോകത്തിന്റെ ഗുരു നമ്മുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 7 ആകാശങ്ങളുടെയും പരിധികൾ കടന്ന് വലിയൊരു യാത്ര ചെയ്യിപ്പിച്ച് മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ഒരു മഖാം, ഒരു സ്ഥാനം അല്ലാഹു തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് വെച്ച് റബ്ബ് തആലയെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുമായി ലിഖാ ചെയ്തു എന്ന് പറയുന്നത് പോലും നമ്മുടെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുക സാധ്യമല്ല. ഇത് മുഅ്ജിസത്താണ്. അല്ലാഹു സ്ഥലങ്ങൾക്ക് അതീതനാണല്ലോ, സ്ഥലകാലങ്ങൾക്ക് അതീതനാണല്ലോ. അങ്ങനെയാണെങ്കിൽ മഖ്ലൂഖിന്റെ ഒരു സിഫത്തിൽ നിൽക്കുന്ന ഹബീബായ നബി തങ്ങൾ ഖാലിഖിന്റെ മുതത്വല്ലബാത്തുകളെ, റിക്വയർമെന്റുകളെ എങ്ങനെ മീറ്റ് ചെയ്തു എന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അതിനെ മുഅ്ജിസത്ത് എന്ന് പറയാൻ കാരണം. ഇത് മുഅ്ജിസത്താണ്. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. അൽ-ഇസ്തിവാഉ മഅലൂം, അൽ-കൈഫു മഅലൂം, വൽ-കൈഫു മജ്ഹൂൽ, വൽ-ഈമാനു ബിഹി വാജിബുൻ, വസ്സുആലു അൻഹു ബിദ്അ. മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു വറഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ മാലിക് ഇബ്നു അനസ് തങ്ങളുടെ വളരെ വിഖ്യാതമായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. രാജാക്കന്മാരുടെ അധികാരത്തിന്റെ സിംബലാണ് അർശ് എന്ന് പറയുന്നത്, സിംഹാസനം, ത്രോൺ. അർ-റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു, അലൽ അർശ് ഇസ്തവ എന്ന ആയത്തിനെ വ്യാഖ്യാനിക്കുക പ്രയാസമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലത്. ഐ ഇസ്തൗല, അല്ലാഹുവിന്റെ അധികാരം, പടച്ചതമ്പുരാന്റെ അധികാരത്തിന്റെ സിംബലായി അർശിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തുമ്പോഴും ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരുന്നത് പോലെ എന്ന് അല്ലാഹുവിനെ കുറിച്ച് വിചാരിക്കുക പാടുള്ളതല്ല. എന്നിട്ട് ഇമാം മാലിക് എന്നവർ പറഞ്ഞു, അൽ-ഇസ്തിവാഉ മഅലൂം. നമ്മളിപ്പോ ഇരിക്കുന്നത് ഫുലാനുൻ ഇസ്തവ അലൽ കുർസി, ഒരാള് ഒരു കസേരയിൽ മര്യാദക്ക് ഇരുന്നു, അതാണ് ഇസ്തവ. അപ്പൊ ഇസ്തിവാ എന്ന് പറയുന്നത് ആ വാക്ക് നമുക്ക് പരിചയമുണ്ട്. അൽ-ഇസ്തിവാഉ മഅലൂം, നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ വൽ കൈഫ്,
എങ്ങനെയാണ് അല്ലാഹു അവന്റെ അർശിൽ ഇസ്തിവാ ചെയ്തത്? മജ്ഹൂലുൻ, നമുക്കറിയൂല. അത് നമുക്കറിയൂല. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന വാക്കാ. പക്ഷെ അല്ലാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, nothing and no one, nothing can be compared to Allah. ഒന്നും അല്ലാഹുവിലേക്ക് നമുക്ക് ചേർത്തി പറയുക സാധ്യമല്ല. നമ്മൾ അറിയുന്നത് സൃഷ്ടിപ്രപഞ്ചം മാത്രമാണ്. വൽ ഈമാനു ബിഹി വാജിബ്. അല്ലാഹു അർശിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറയുന്ന ആയത്തിന് അത് അല്ലാഹുവിന്റെ കലാമാണെന്നും ആ ആശയം എനിക്ക് മനസ്സിലായില്ല റബ്ബേ, പക്ഷെ അതിനൊരു ആശയമുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതെങ്ങനെയാണ്, എങ്ങനെയായിരിക്കും, എന്നാലും എങ്ങനെയായിരിക്കും? ഈ ചോദ്യം ബിദ്അത്താണ്, പാടില്ലെന്ന് മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അൽ അജ്സു അനിൽ ഇദ്റാകി ഇദ്റാകു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ച് പരിപൂർണമായി നമുക്ക് ഉൾക്കൊള്ളുക സാധ്യമല്ല എന്ന് വിശ്വസിക്കൽ, അതാണ് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കൽ. ഇങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പരിപൂർണ അർത്ഥത്തിൽ എന്നെ കൊണ്ട് സാധ്യമല്ലെന്ന് മനസ്സിലാക്കൽ ഈമാനിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? എന്താ മസ്തൂർ സാഹിബ്, നിങ്ങൾ ഇവിടെ അല്ലേ? അല്ലാഹു തആലയെ സംബന്ധിച്ച് പരിപൂർണമായും റബ്ബ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കൽ, അതാണ് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കൽ. ക്ലിയർ അല്ലേ? ഇതുപോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ മാത്സ് പഠിക്കുന്ന ഒരു കുട്ടിയെ സങ്കല്പിച്ച് നോക്കുക. മാത്തമാറ്റിക്സ് അല്ലേ, കണക്ക് പഠിക്കൂലേ? ആ കുട്ടിക്ക് എഞ്ചിനീയറിങ്ങിൽ മക്കൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ തൻ്റെ ഉസ്താദ്, തൻ്റെ ടീച്ചർ കൊണ്ടുപോയി കൊടുത്തു. ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യേ എന്ന് പറഞ്ഞാൽ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണെന്ന് സങ്കല്പിക്കുക. ഒരു 20-22 വയസ്സുകാരൻ പഠിക്കേണ്ടത് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് 2 കുട്ടികൾ സങ്കല്പിക്കുക. ഒരു കുട്ടി തിരിച്ചും മറിച്ചും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ശരിയാവുന്നില്ല. ഉറക്കൊഴിച്ചിട്ട് എന്നിട്ട് പിന്നാലെ കൂടാണ്, നടക്കണില്ല. 2 ദിവസമായിട്ടും അവനെ കൊണ്ട് ആവുന്നില്ല, പക്ഷെ അവൻ വിടുന്നില്ല. ഒരു കുട്ടി അങ്ങനെ. ഇപ്പുറത്തൊരു കുട്ടി, ടീച്ചർ ഇത് എനിക്ക് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻ അല്ല, ഇത് നിങ്ങൾ വേറെ ആർക്കെയും കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് ആ കുട്ടി പറഞ്ഞാൽ ഈ 2 മക്കളിൽ ഏത് കുട്ടിക്ക് ആ ബുദ്ധിയുണ്ട് നിങ്ങൾ പറയാം? ആദ്യത്തെ കുട്ടിക്കാണോ രണ്ടാമത്തെ കുട്ടിക്കാണോ? രണ്ടാമത്തെ കുട്ടിക്ക്. എന്തുകൊണ്ട്? ഇതെനിക്ക് മനസ്സിലാവില്ല എന്ന് മനസ്സിലാവുന്നത് അറിവിൽപ്പെട്ട വലിയൊരു അറിവാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ അൽ അജ്സു അനിൽ ഇദ്റാകി ഇദ്റാകു. എനിക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായി എനിക്ക് ചിന്തിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല, എത്തും പിടിയും കിട്ടരുത്. അങ്ങനെയാണ് അല്ലാഹു ജല്ല ജലാലു. അത് യുക്തിവാദികൾ പറയാം, ഞങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ, ഞങ്ങളെ കൊണ്ട് ആവും നോക്കട്ടെ. നമുക്ക് സാധ്യമല്ലാത്ത തലം മനുഷ്യന്റെ ബ്രെയിനിന് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കൽ ഒരു ബുദ്ധിമാനിയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൾ എന്ന് പറയുന്നിടത്ത് ആ വാക്കിനെ അല്ലാഹു ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. It is not the eyes that are blinded, but the hearts that are blinded. മനുഷ്യന്റെ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, കണ്ണുകൾക്കല്ല കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾക്കാണ് എന്ന് ഖുർആനിന്റെ ഒരു അത്ഭുതമുള്ള ആയത്താണത്. It is not the eyes that are blinded. കണ്ണുകളല്ല അന്ധത ബാധി. എത്ര കണ്ണുപൊട്ടന്മാർ, കണ്ണു കാണാത്തവർ, അന്ധരായി ജനിക്കുന്നവർ എത്ര നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കുന്നുണ്ട്, എത്ര വലിയ ദൈവവിശ്വാസികളായി ജീവിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഏറ്റവും പരമമായ സത്യം
നമ്മെ പടച്ചൊരു പടച്ചതമ്പുരാൻ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. ആ പടച്ചതമ്പുരാനെ നമ്മൾ കാണേണ്ടി വരും എന്ന് ചിന്തിക്കുകയും ബോധിക്കുകയും ചെയ്യുന്ന അറിവിനോളം വലിയ അറിവ് ലോകത്ത് വേറെയുണ്ടോ? അതുകൊണ്ടാണ് فإنها لا تعمى الأبصار, മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് കാണുക എന്നതല്ല വിഷയം. ولكن تعمى القلوب التي في الصدور, മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് ഉൾക്കാഴ്ചയുണ്ടാവുക എന്നിടത്താണ് വിഷയം. കണ്ണുകൾക്ക് ഉൾക്കാഴ്ചയുണ്ടാകുന്നത് പടച്ചതമ്പുരാനെ നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട്, നിങ്ങളുടെ ചിന്തകളെ കൊണ്ട് അള്ളാഹുവിനെ ഇദ്റാക്ക് ചെയ്യുന്നത് സാധ്യമല്ല. മനുഷ്യന്റെ ബുദ്ധിയെ, മനുഷ്യന്റെ കണ്ണുകളെ, മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. ഇന്നൽ ഖുലൂബ് ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം. യഖ്ലിബുഹാ കൈഫ യശാ, എങ്ങനെ വേണമെങ്കിലും ആ ഹൃദയങ്ങളെ മറിച്ചിടാൻ അല്ലാഹുവിന് കഴിയും. നമുക്കൊരിക്കൽ ഇഷ്ടം തോന്നിയ ആളോട് പിന്നെ വെറുപ്പ് തോന്നും, വെറുപ്പ് തോന്നിയിരുന്ന ആളുകളോട് പിന്നീട് ഇഷ്ടം തോന്നും, ചിലപ്പോൾ ഒന്നും തോന്നിയില്ല എന്ന് വരും. മനുഷ്യരങ്ങനെയാണ്, അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് മനുഷ്യന്മാർ കുറേ പുകഴ്ത്തി പറയുമ്പോൾ പൊങ്ങാൻ നിൽക്കേണ്ട. കാരണം കുറച്ച് കഴിഞ്ഞാൽ അവരെന്നെ താഴ്ത്തി പറയും ചെയ്യും. അപ്പം എന്ത് ചെയ്യുക? പൊങ്ങാണ്ടിരിക്കുക. മനുഷ്യന്മാർ അങ്ങനെയാണ്. ഒരാവേശത്തിന് ഇപ്പം എന്തൊക്കെയോ പറഞ്ഞെന്ന് വരും, കുറച്ച് കഴിഞ്ഞാൽ ആവേശമൊക്കെ പോയാൽ ചവിട്ടി തേക്കും ചെയ്യും. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. കാരണം ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. യഖ്ലിബുഹാ കൈഫ യശാ, അത് എങ്ങനെ വേണമെങ്കിലും മറിച്ചിടാൻ അള്ളാഹുവിന് കഴിയും. അതുകൊണ്ടാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, ലോകത്തെ മനുഷ്യരുടെ മുഴുവൻ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി മനുഷ്യർക്ക് ഇഷ്ടമുള്ളത്, അവർക്കെന്താണോ വേണ്ടത്, അള്ളാഹിന്റെ ഇഷ്ടമല്ല, അതിന് വിപരീതമായ മനുഷ്യരുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് നിന്റെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളെയൊക്കെ നീ സന്തോഷിപ്പിക്കാൻ തുനിഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളോടൊരു സ്നേഹമുണ്ടാക്കി തരുന്നത് പടച്ചവനാ. അതുകൊണ്ട് ഇതൊക്കെ വിട്ടിട്ട് ആ മേലെയുള്ള പടച്ചവനങ്ങ് സന്തോഷിപ്പിച്ചാൽ ഇവരൊക്കെ ഓട്ടോമാറ്റിക്കലി റെഡിയാവും. അപ്പൊ നമ്മൾ നിസ്കാരവും മെഹറാജിന്റെ വലിയൊരു സമ്മാനം നിസ്കാരമാണ്. നിസ്കാരവും നമ്മുടെ സുശീലങ്ങളും സത്യസന്ധതയും നമ്മുടെ സൽസ്വഭാവവും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അദ്കാറുകളും ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളും ഇതൊക്കെ നിർത്തിവെച്ചിട്ട് ആളുകൾക്ക് വേണ്ടി കോലം കെട്ടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അതുകൊണ്ടൊന്നും ആൾക്കാർ ഇഷ്ടപ്പെടൂല. കാരണം എന്തേ? ജനങ്ങളെ കൽബിൽ മഹബ്ബത്ത് നൽകുന്നത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. പടച്ചോൻ ഇഷ്ടപ്പെടുത്തിയാലേ അള്ളാഹു അത് ചെയ്തിരുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. എല്ലാം പടച്ചവന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകത്ത്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. സ്നേഹവും വെറുപ്പും മഹബ്ബത്തും കുറുഹും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിന്റെ മെഹബൂബാണ്. അവിടത്തേക്കാളും മെഹബൂബായ ഒരാൾ ഇനി ജനിക്കുകയുമില്ല, ജനിച്ചിട്ടില്ല, ജനിക്കാൻ പോകുന്നുമില്ല. അത് ഹബീബ് തങ്ങൾ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ആ മഹബ്ബത്ത് ഹബീബിനെ അറിയുന്നവർക്ക്, ഹബീബിന്റെ അഖ്ലാഖുകൾ മനസ്സിലാക്കിയവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഹബീബിന്റെ നസബ്, അവിടുത്തെ വംശപരമ്പര, ഹബീബായി തങ്ങളുടെ സ്വഭാവ വിശുദ്ധി, അവിടുത്തെ നുബുവത്ത്, അവിടുത്തെ ശരീഅത്ത്, അവിടുത്തെ നൂറ്, ആ പ്രകാശം, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതിനിപ്പുറത്ത് ഹബീബിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതങ്ങൾ, ഇസ്രാഇന്റെയും മെഹറാജിന്റെയും അനുഭവങ്ങൾ മഹാത്ഭുതങ്ങളുടെ മഹാത്ഭുതങ്ങളാണ്. അത് കാണുമ്പോൾ ചില ആളുകൾ ഇങ്ങനെയും ഒരു സംഭവം സത്യസന്ധനായ ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ